ഹലോ നമസ്കാരം എല്ലാവർക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ്. ജീവിതത്തിൽ തടസ്സങ്ങൾ വരുന്നത് എന്തുകൊണ്ട്? നമ്മളിൽ പലരും ഈ ചോദ്യം ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് എനിക്ക് ഇത്രമാത്രം പ്രശ്നങ്ങൾ? ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്ന്. നമുക്ക് അതിൻ്റെ ആത്മീയവും ജീവിതപരമായ സത്യങ്ങൾ മനസ്സിലാക്കാട്ടോ. നമുക്കുള്ള തടസ്സങ്ങൾ ഒരു ശിക്ഷയാണോ? ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. തടസ്സങ്ങൾ ദൈവത്തിൻ്റെ ശിക്ഷയാണ് എന്ന് പലരും കരുതുന്നു. പക്ഷേ സത്യം അതല്ല. ഒരു അച്ഛൻ തൻ്റെ മകനെ ശിക്ഷിക്കുന്നത് വെറുപ്പ് കൊണ്ടല്ല, അവൻ്റെ ശരിയായ വഴിയിൽ നിർത്താനാണ്. അതുപോലെ ചില തടസ്സങ്ങൾ നമ്മളെ വളർത്താനാണ് വരുന്നത്. തടസ്സങ്ങൾ നമ്മളെ ശക്തരാക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത്, സ്വർണം തീയിൽ ചൂടാക്കുമ്പോഴാണ് അതിൻ്റെ വില കൂടുന്നത്. അതുപോലെ മനുഷ്യൻ്റെ ശക്തി പ്രശ്നങ്ങൾ വന്നാലാണ് തെളിയുന്നത്. പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതം വളർച്ചയില്ലാത്ത ജീവിതമാണ്. നമ്മൾ കരയുന്ന നിമിഷങ്ങളിൽ പോലും ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്നില്ല. എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. തെറ്റായ വഴിയിൽ നിന്ന് തിരിക്കാൻ ചിലപ്പോൾ നമുക്കൊരു ജോലി ലഭിക്കാതിരിക്കും, ചില ബന്ധങ്ങൾ തകരും, ചില പദ്ധതികൾ അവസാനിക്കും. അത് നഷ്ടമല്ല, അത് ദൈവത്തിൻ്റെ ദിശമാറ്റമാണ്. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവത്തിനും നമുക്കും ഒരു കൃത്യമായ ഒരു സമയമുണ്ട്. ഏതൊരു കാര്യത്തിലും നമുക്ക് വേഗം ശരിയായി കിട്ടണം എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ കയ്യിൽ നമുക്ക് ഒരുക്കി വെച്ച ഒരു കൃത്യമായ സമയമുണ്ട്. ആ സമയം വരുമ്പോൾ നമ്മുടെ കൈകളിലേക്ക് തീർച്ചയായും കിട്ടും. പക്ഷേ വൈകുന്നത് നിഷേധമല്ല, പക്ഷേ അതൊരു തയ്യാറാക്കലാണ്. നമ്മുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെല്ലാം ഇത്രമാത്രം: വിശ്വാസം കൈവിടരുത്, ശ്രമം നിർത്തരുത്, മനസ്സ് തകരരുത്, പ്രാർത്ഥന തുടരണം. തടസ്സങ്ങൾ ശാശ്വതമല്ല. നമ്മൾ ശക്തരാകുമ്പോൾ അവ നമ്മൾ നിന്ന് മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. ഇന്ന് നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ ഓർക്കുക, തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, അത് നിങ്ങളുടെ ഉയർച്ചയുടെ തുടക്കമാണ്. ദൈവം വൈകിച്ചാലും ഉപേക്ഷിക്കില്ല, കൂടെ തന്നെ ഉണ്ടാകും. വിശ്വാസം പിടിച്ചു നിൽക്കൂ. നിങ്ങളുടെ സമയം വരും. എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കട്ടെ.